റിയാസ് MLA-യുടെ പിതാവും മാതാവും ഉൾപ്പെടെയുള്ള ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വീടിനകത്തുണ്ടായിരുന്നു. അവർക്ക് മനുഷ്യാവകാശ ലംഘനം എന്നുള്ള നിലക്ക് ഒന്ന് പ്രാഥമിക ആവശ്യം പോലും നിർവഹിക്കാനുള്ള സ്പേസ് കൊടുക്കാതെ അവരെ യഥാർത്ഥത്തിൽ കസ്റ്റഡിയിൽ വെച്ച് ഇത്രയും നേരം ടോർച്ചർ ചെയ്തത്, അതിന് നിയമസഹായം കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ എത്തിച്ചേർന്നത്. പക്ഷെ ഒരു അഭിഭാഷകനെ പോലും അകത്ത് പ്രവേശിപ്പിക്കാതെ ഈ സെർച്ച് രാഷ്ട്രീയ പ്രേരിതമായി തുടരുകയാണ് ഉണ്ടായത്. ഇത് മല എലിയെ പ്രസവിച്ചു എന്ന് പറഞ്ഞതുപോലെ റെയ്ഡ് കഴിഞ്ഞ് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് അവർ പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിനകത്തുണ്ടായിട്ടുള്ളത് യഥാർത്ഥത്തിലൊരു രാഷ്ട്രീയ നാടകമാണെന്ന് തെളിയിക്കുന്ന ഒന്നായിരുന്നു ഈ സെർച്ച്. ആ സെർച്ചിന് ശേഷം രേഖാമൂലം അവർക്ക് എഴുതി ഒപ്പിട്ട് കൊടുത്തത് ഒന്നും തന്നെ ലഭിച്ചില്ല എന്ന് പറഞ്ഞ് പോവുകയാണ് ഉണ്ടായത്. പക്ഷെ അതിനകത്ത് ഉണ്ടായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനം അവിടെ കിടക്കുന്നുണ്ട്. അതിനെതിരെ നിയമപരമായി പോകാൻ സാധിക്കുമെന്നുള്ളത് പരിശോധിച്ച് വേണ്ടത് ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത്. ഇപ്പോൾ എന്താണ് ഇതിൽ അത് സീസർ മാസ്റ്ററാണ്. ഇതിനകത്ത് ഒന്നും സീസ് ചെയ്തിട്ടില്ല എന്നുള്ളത് കൃത്യമായി രേഖാമൂലം എഴുതി ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട്. വീട്ടിലെല്ലായിടും പരിശോധിച്ചു. യഥാർത്ഥത്തിലൊരു ടോർച്ചറിങ് പോലെയാണ് ഈ വീടിനകത്തുള്ള ആളുകളോട് അവർ പെരുമാറിയിട്ടുള്ളത്. ഒരു കൃത്യമായ രാഷ്ട്രീയ അജണ്ട ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലാണ്. ഒരു ഉയർന്ന പോലീസ് ഓഫീസർ, റിട്ടയർ ആയിട്ടുള്ള പോലീസ് ഓഫീസറാണ് അദ്ദേഹത്തിൻ്റെ പിതാവ്. അദ്ദേഹത്തിൻ്റെ മാതാവ് വാർദ്ധക്യ സഹജമായ അസുഖമുള്ള ആളുകളാണ്. അതേപോലെ 2 കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികൾക്ക് പോലും യഥാർത്ഥത്തിൽ ഒരു മനുഷ്യാവകാശ സപ്പോർട്ട് കിട്ടുന്ന ഒന്നും തന്നെ EDയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. പോലീസ് അതിന് ശക്തമായ കാവൽ നിൽക്കുകയാണ് ഉണ്ടായത്. ഒരാൾക്ക് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ പോലും അകത്തേക്ക് പ്രവേശിപ്പിക്കാതെയാണ് ഇത്രയും സമയം ഇവിടെ സെർച്ച് നടത്തിക്കൊണ്ടിരുന്നത്. ഈ കുട്ടികളെ പോലും ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായോ? ചോദ്യം ചെയ്യുകയല്ല, യഥാർത്ഥത്തിൽ ഒരു സെർച്ച് നാടകമാണ് ഇവിടെ നടന്നത്. അവരെ ശരിക്ക് ഒരു കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ അവരെ ലോക്ക് ചെയ്ത് അവരെ യഥാർത്ഥത്തിൽ പീഡിപ്പിക്കുന്ന പുറത്തൊരു ട്രെൻഡ് ഉണ്ടാക്കുക, ഇത് വലിയ എന്തോ സംഭവിക്കുന്നുണ്ട് എന്നുള്ളൊരു ട്രെൻഡ് സൃഷ്ടിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അവസാനം ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. യെസ്, വളരെ മോശമായ അവസ്ഥയിലാണ്. കൃത്യമായ രാഷ്ട്രീയ അജണ്ട ഇതിനകത്ത് പ്രകടമാണ്. അവർക്കാണ് എഴുതി ഒപ്പിട്ട് കൊടുത്തത്. അവരുടെ ഒപ്പ് വാങ്ങിയിട്ടുണ്ട്. ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്ത് പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്.